നമസ്കാരം. തിരഞ്ഞെടുപ്പ് കാലം എല്ലാം മറക്കാനും പൊറുക്കാനുമുള്ളതാണ്. അങ്ങനെ തോന്നിപ്പോകുന്നു ചില പാർട്ടികളുടെ നീക്കങ്ങൾ കാണുമ്പോൾ. അതായത് കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള വെൽഫെയർ പാർട്ടി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പലപ്പോഴും കടന്ന് ആക്രമിച്ചിട്ടുണ്ട്. 2016 ഷൗക്കത്തിന്റെ ഒരു FB പോസ്റ്റ് ഇന്നലെയും അത് അവിടെ തന്നെ കിടപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ആര്യാടൻ ഷൗക്കത്ത് ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇത് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനാണോ അതാ പരാജയപ്പെടുത്താനാണോ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു സംശയവും എനിക്കുണ്ട്. കാരണം അങ്ങനെ തോന്നാൻ കാരണം സുന്നി സംഘടനകൾ ഷൗക്കത്തിനെതിരായിരുന്നു ആദ്യം മുതൽക്കേ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ സുന്നി സംഘടനകൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന്റെ 2016 ആ FB കുറിപ്പ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വ്യക്തിഹത്യയല്ല, ആശയ സംവാദത്തിന് ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ? ഇന്നലെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച വേണ്ടത് മതഭരണകൂടമല്ല മതേതര ജനാധിപത്യം എന്ന എന്റെ ലേഖനത്തിലും മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയിലും ഇന്നത്തെ മതഭീകര സംഘടനകൾക്ക് ആശയബലം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ അബുൽ അഅ്ല മഅ്ദൂദിയുടെ പുസ്തകങ്ങളാണ് എന്ന് വരികൾ ഉദ്ധരിച്ച് രേഖാമൂലം അവതരിപ്പിച്ചിരുന്നു. ഇത് ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കളെ വല്ലാതെ ചൊടിപ്പിച്ചു എന്ന് ഫേസ്ബുക്ക് കമന്റുകളിലെ തെറിവിളികളിൽ നിന്ന് വ്യക്തമാവുന്നു. എത്ര ചൊടിപ്പിച്ചാലും ആർക്കൊക്കെ അപ്രിയമായാലും ഇതിന്റെ പേരിൽ എന്നെ എത്ര വ്യക്തിഹത്യ നടത്തിയാലും ഈ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ നിന്ന് എനിക്ക് പിന്തിരിയാനാവില്ല എന്ന് എന്റെ ജമാഅത്തെ സുഹൃത്തുക്കളെ അറിയിക്കുന്നു. ഒരു മതദർശനത്തെ വികലമാക്കി അവതരിപ്പിച്ചു മനുഷ്യരെ പരസ്പരം പോരടിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രൂപത്തിലാണ് ഇവരുടെ പ്രതികരണങ്ങൾ. അബുൽ അഅ്ല മൗദൂദി തന്റെ പുസ്തകങ്ങളായ ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം, മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം തുടങ്ങി നിരവധി പുസ്തകങ്ങളിലൂടെ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ആശയപരമായി ആയുധമണിയിക്കുന്ന തത്വസംഹിതയാണ് അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇതിന് മറുപടി പറയാതെ കോൺഗ്രസ് ഓഫീസിലെ സംഭവങ്ങളും കുഞ്ഞാലിയുടെ വധക്കേസും പറഞ്ഞ് തടിതപ്പാൻ നോക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ ആശയദാരിദ്ര്യം അതിദയനീയമായി പുറത്തുവരികയാണ്. എന്നിട്ടും കലിതീരാതെ ജമാഅത്തുകാർ ബബ്ബബ്ബ പറഞ്ഞു പാഠം ഒന്ന് ഒരു വിലാപത്തിലേക്കും ദൈവനാമത്തിലേക്കും പോയി പുതിയ സിനിമ നിരൂപണവും നടത്താൻ തുടങ്ങി. വിമർശിക്കാനാണെങ്കിലും സിനിമയൊന്നു കണ്ടിരുന്നെങ്കിൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഒരു വീഡിയോ രംഗത്ത് വന്നിരിക്കുന്നു. ഞാൻ വിമർശിച്ചതിന് മറുപടി പറയേണ്ടതിന് പകരം ദൈവനാമത്തിൽ എന്ന എന്റെ സിനിമയിൽ കാണിച്ചു എന്ന് പറഞ്ഞ് മൗദൂദിയുടെ മറ്റൊരു പുസ്തകം എടുത്തുകാട്ടി എന്തൊക്കെയോ പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഞാൻ ഇന്നലെ പരാമർശിച്ച മൗദൂദിയുടെ ഉദ്ധരണികൾ പൊതു ചർച്ചയ്ക്കു വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കുന്നു. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുന്നിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിനും നടത്തിപ്പിനും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുരൂപനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. ജനാധിപത്യ മതേതര സംവിധാനത്തെ നിരാകരിക്കുക മാത്രമല്ല അതിനെ നിഷ്കാസനം നടത്തി പകരം മതഭരണകൂടം കൊണ്ടുവരണം എന്നുകൂടി മൗദൂദി പറയുന്നു. നമ്മുടെ വിരോധം കേവലം മതേതര ദേശീയ ജനാധിപത്യ വ്യവസ്ഥയോടാണ്. അതിനെ ചലിപ്പിക്കുന്ന കൈകൾ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ പാശ്ചാത്യന്റെയോ പൗരസ്ത്യന്റെയോ ആരുടെ തന്നെയായാലും കൊള്ളാം. ഏതു നാട്ടിൽ ഏത് ജനതയുടെ മേൽ ഈ ഭയങ്കര വിപത്ത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതായാലും അവിടുത്തെ ദൈവദാസന്മാരെ നാം ശക്തിയുക്തം ആഹ്വാനം ചെയ്യുന്നതായിരിക്കും. ആ വിപത്തിനെ കുറിച്ച് ജാഗരൂകരാകുവാൻ, അതിനെ തുടച്ചുമാറ്റി ഒരു ഉത്തമ സാമൂഹ്യ വ്യവസ്ഥിതി സ്ഥാപിക്കുവാൻ. ഇസ്ലാമിക സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന അർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലെന്ന് പ്രഥമ ദൃഷ്ടത്തിൽ തന്നെ ബോധ്യപ്പെടുന്നതാണ്. ബഹുജനങ്ങൾക്ക് ആധിപത്യവും നിയമനിർമ്മാണാധികാരവുമുള്ള ഒരു രാഷ്ട്രത്തെയാണല്ലോ ജനാധിപത്യ രാഷ്ട്രമെന്നോ സാമാന്യനെ വിളിക്കുന്നത്. അവിടെ പൊതുജനാഭിപ്രായത്തിനനുസരിച്ചാണ് നിയമം രൂപം കൊള്ളുന്നതും ഭേദഗതി ചെയ്യപ്പെടുന്നതും. ജനഹിതമുണ്ടെങ്കിലേ ഏത് നിയമവും നടപ്പിൽ വരൂ, ഇല്ലെങ്കിൽ അത് നിയമപുസ്തകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. എന്നാൽ ഈ സമ്പ്രദായം ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അതിന് ജനായത്തം എന്ന് പറയാനും വയ്യ. ഇസ്ലാമിക സ്റ്റേറ്റിന് അനുയോജ്യമായ പേര് ദൈവിക രാഷ്ട്രം എന്നത്രേ. ദൈവിക രാഷ്ട്രത്തിന് ഇംഗ്ലീഷിൽ തിയോക്രസി എന്നാണ് പൊതുവെ പറയാറുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചില ചോദ്യങ്ങൾ.
ഈ പുസ്തകത്തിന്റെ ആദ്യ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നായിരുന്നില്ലേ? ഇതിലെ ഉള്ളടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശമാണെങ്കിൽ ഈ പുസ്തകം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നതിന്റെ തെളിവല്ലേ? ഇതിലെ പരാമർശങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങൾക്ക് വിരുദ്ധവും പൂർണ്ണമായും നിരാകരിക്കുന്നതുമല്ലേ? ഇതിലെ പരാമർശങ്ങളെ കുറിച്ച് ഒരു പൊതു ചർച്ചക്ക് ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ? 2016 ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ FBയിൽ കുറിച്ച വരികളാണിത്. ജമാഅത്തെ ഇസ്ലാമിയോട് ഒരുപാട് ചോദ്യങ്ങൾ ആര്യാടൻ ഷൗക്കത്ത് ഉയർത്തുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ മറുപടി പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒന്ന് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പൊതുസമൂഹത്തിനും വലിയ ആഗ്രഹമുണ്ട്.